മഴ തോരും മുമ്പേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി എല്ലാം അവളെ സുനിതനെ പിടിച്ച് ടേബിളിലിരുത്തും. അപ്പോൾ ഇത് പ്ലേറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയും, സുനിത ഭക്ഷണം വിളമ്പാൻ വരട്ടെ എന്ന് ചോദിക്കും. വൈജയന്തി, വൈജാന്നൊക്കെ ഉള്ള വിളി പോയിട്ടോ, വൈജയന്തി, അലീൻ ഇവിടെ ജോലിക്ക് വന്ന ദിവസം നീ എവിടെയാണ് അവളെത്തി ഭക്ഷണം കഴിപ്പിച്ചതെന്ന് ചോദിക്കും. അടുക്കളയിൽ. ഇതെന്താ ഇങ്ങനെ? ആ ശീലം മാറ്റിയില്ലേ? ആ ശീലം മാറ്റി നിങ്ങളല്ലേ ഡൈനിങ് ടേബിൾ പിടിച്ചിരുത്തിയത് എന്ന് പറയും. എന്നാൽ അലീന പോയതോടെ ആ ശീലം ഞാൻ രണ്ടാമതും കൊണ്ടുവന്നു. ഇനി ഇവിടെ അത് നടക്കില്ല. അതെന്താ? നിങ്ങൾ കൊണ്ടുവരുന്ന വേലക്കാരിയെ നിങ്ങൾക്ക് ഡൈനിങ് ടേബിളിൽ ഇരുത്താമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന വേലക്കാരിയെ എനിക്കും ഡൈനിങ് ടേബിളിൽ ഇരുത്താം. ശരി, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിച്ചു, ഞങ്ങൾ വേറെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയും. ബാലചന്ദ്രൻ എഴുന്നേറ്റ് വഴിക്ക് മക്കൾ 3 പേരും കൂടെ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കും. അപ്പോൾ വൈജയന്തി ആകെ അടി കിട്ടിയ പോലെ ആവും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൃഷ്ണമോൾ ഇങ്ങനെ പറയും, എൻ്റെ ചേച്ചിക്ക് ഇത്രയും പറഞ്ഞിട്ട് കാര്യം മനസ്സിലായില്ലേ? ചേച്ചി കുടുംബം കലക്കാൻ നോക്കണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. എൻ്റെ കൊച്ചേ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്നോട് ഇരിക്കാൻ പറഞ്ഞ കൊണ്ടല്ലേ ഞാനിരുന്നത്. ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും അടുക്കളയിൽ ഇരുന്ന് കഴിക്കാമെന്ന് പറയും. എന്നാൽ അങ്ങനെ ചെയ്യാൻ പറയും. സുനിത വേഗം ഭക്ഷണമായിട്ട് അങ്ങോട്ട് പോകും. വൈജയന്തി ആ ഗഡ്ഡി കിട്ടിയ പോലെ ആവും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയും അലീനൊക്കെ ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായി ഡൈലീനൊക്കെ തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ. പഴയതുപോലെ തന്നെ ചിട്ട ടീസ്പൂൺ കൊണ്ട് ചോറ് കോരി തിന്നാൻ അലീനയ്ക്ക് പറ്റണില്ല. അപ്പോൾ വലിയപ്പച്ചനെ കണ്ണുകൊണ്ട് കാണിക്കും കൈ കൊണ്ട് കഴിച്ചോളാൻ. അലീന കൈ വെച്ച വഴിക്ക് സ്റ്റാൻലി വീണ്ടും വിളിക്കും, അലീന, ഞാൻ പറഞ്ഞിട്ടില്ലേ ടേബിൾ മാനേഴ്സ് വേണമെന്നുള്ള കാര്യം എന്ന് പറയും. എനിക്കറിയില്ല, ശീലിക്കാത്ത കാര്യം പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ വലിയപ്പച്ചനും പറയും, അവൾക്കത് ശീലമില്ലടാ, പതുക്കനല്ലേ പഠിക്കാൻ പറ്റുള്ളൂ, അത് അവൾ ചെയ്തോട്ടെ, നീ എന്തിനാ അതന്വേഷിക്കണേ? ടേബിൾ മാനേഴ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ, അത് അപ്പനായാലും വേറെ ആരായാലും. നീ എന്നെ മര്യാദ പഠിപ്പിക്കണോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് വലിയപ്പച്ചൻ ഒച്ചയെടുക്കും. അപ്പോൾ അലീന പറയും, അതെ, പണ്ട് ഞാനേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ എനിക്ക് കൊണ്ടുപോകാനൊരു അച്ചാറും ഒരു തോരനും മാത്രമേ ഉണ്ടാവാറുള്ളൂ സ്കൂളിലേക്ക്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്നിച്ച് കറികളും ചോറൊക്കെ ഒരു പാത്രത്തിലാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വാരി തിന്നാം. അതിൻ്റെ ഒരു രസം ഉണ്ടല്ലോ വലിയപ്പച്ച കേൾക്കുന്നുണ്ടോയെന്ന് ചോദിക്കും. കേൾക്കുന്നുണ്ട്, മോള് പറയുമെന്ന് പറയും. അതിൻ്റെ ഒരു രസം വേറെ തന്നെയെന്ന് പറയും. അത് ശരിയാണ് മോളെ. കഴിയാറായ മീൻചട്ടിയിൽ ചോറിട്ട് കുഴച്ച് കൂട്ടി ഇവനൊക്കെ എന്തോരം വാരി കൊടുത്തേക്കണം എൻ്റെ ചിന്നമ്മ. ഇവനതൊക്കെ മറന്നു എന്ന് പറയും. അപ്പോൾ സ്റ്റാലിങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കണം. അല്ലെങ്കിൽ അത് ഒന്നും കൂലിങ്ങാണ്ട് ചോറ് കൈ കൊണ്ട് വാരി തിന്നു. ഒരു പിടി തിന്നപ്പോഴത്തേനും സ്റ്റാലി എഴുന്നേറ്റ് പോകും. അലീനയും അതുപോലെ തന്നെ വലിയപ്പച്ചനും ഇങ്ങനെ വെല്ലായ്മയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന മൊബൈലൊക്കെ ചാർജ് ചെയ്യാനിടും. അപ്പോൾ ആ സമയത്ത് സ്റ്റാലി വരുന്നുണ്ട്. സ്റ്റാലി വന്നിട്ട് അലീന എന്ന് പറയും, എന്താ ഉറങ്ങാൻ പോവാണോ എന്ന് ചോദിക്കും. അതെ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. എന്നാ ഉറങ്ങിക്കോന്ന് പറയും. പപ്പ എന്തിനാ വന്നതെന്ന് പറയുമെന്ന് പറയും. ഒന്നുമില്ല. എന്നിട്ട് ഭാഗത്തേക്ക് കയറിയോണ്ട് പറയും, ഞാനേ അത് ശീലമാണ് എൻ്റെ ടേബിൾ മാനേഴ്സ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വഴക്ക് പറയുന്നത്, അത് ശരിയാക്കി നീ എടുക്കണം എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ പാപ്പ, ഞാൻ ജീവിച്ച രീതി എന്ന് പറയുമ്പോൾ നീ എങ്ങനത്തെ രീതിയിൽ ജീവിച്ചതായാലും ശരി, ഇപ്പം നീ സ്റ്റാലി ജോസഫിൻ്റെ മകളാണ്, ഈ വീട്ടിൽ കഴിയുമ്പോൾ നീ അങ്ങനെ തന്നെ കഴിയണം എന്ന് പറയും. പപ്പയ്ക്കുണ്ടോ ഈ മാനേഴ്സൊക്കെ എന്ന് ചോദിക്കും. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഫുൾ ടൈം സിഗരറ്റും മദ്യമായിട്ട് നടക്കണം പപ്പയുടെ ജീവിതത്തിൽ എന്ത് അച്ചടക്കമാണുള്ളത്? അതൊക്കെ ആ ഗംഗാധര മേനോനെ കണ്ടുപഠിക്കണം. ഗംഗാധര മേനോൻ അറിയില്ലേ എന്ന് ചോദിക്കും. അറിയാം. എന്തൊരു ഡിസിപ്ലിൻ എന്നറിയോ അദ്ദേഹത്തിന് എന്ന് പറയും. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നടക്കണില്ല. ഈ വീട്ടിൽ എന്ത് ഡിസിപ്ലിനാണ് പപ്പ നടക്കണത്? അടുക്കളയിൽ നടക്കുന്ന ഡിസിപ്ലിൻ ഇല്ലായ്മ പപ്പ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കും. അവിടെ എന്ത് കുഴപ്പം? അവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. അതൊക്കെ പപ്പയുടെ തോന്നലാണ്. അവർ പറയും പപ്പനെ പേടിച്ചിട്ടാണ് അവർ അതൊക്കെ ചെയ്ത് കറക്റ്റാക്കി തരുന്നത്, അല്ലാണ്ട് അതിനെ ഡിസിപ്ലിൻ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. എന്തായാലും അലീന സ്റ്റാലിനെ മാറ്റിയെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പാണ്. പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് കഴിയില്ല പപ്പ, ഞാൻ ജീവിച്ച ജീവിത രീതി എല്ലാ കാര്യങ്ങളും പപ്പയ്ക്ക് അറിയാലോ, പതുക്കനെ മാറ്റാൻ നോക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ, എനിക്ക് പെട്ടെന്ന് എനിക്കതൊന്നും വഴങ്ങില്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ സ്റ്റാൻലി കുഴപ്പമൊന്നുമില്ല, നല്ല സന്തോഷത്തോടെ തിരിഞ്ഞു പോവാണ്. വീണ്ടും വിളിക്കുക അലീന, പപ്പ എന്ന് പറയും. സോറി എന്ന് പറയും. സാരമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുഞ്ചിരിച്ചിന് ഗുഡ് നൈറ്റ് പറഞ്ഞ് കഴിഞ്ഞിട്ട് കിടക്കണത്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വൈജയന്തി വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കൃഷ്ണമോള് മുറ്റമടിക്കുന്നുണ്ട്. അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അടുക്കള ആ ഭാഗത്തേക്ക് പോയില്ല. അപ്പോൾ പെട്ടെന്ന് അലീന കിടന്നിരുന്ന റൂം, അതായത് ഇപ്പോൾ ജോലിക്കാർ ഉപയോഗിക്കുന്ന റൂം അടഞ്ഞു കിടക്കണം. അപ്പോൾ വൈജയന്തി വാതിലും ഇങ്ങനെ മുട്ടണം. അപ്പോൾ കൊച്ചമ്മ എഴുന്നേറ്റ് വരുന്നുള്ളൂ. ചേച്ചിയാണോ? ഈ സമയത്താണ് എഴുന്നേറ്റ് വരാമെന്ന് ചോദിക്കും. ഞാൻ സാധാരണ 6:45 എഴുന്നേൽക്കുള്ളൂ എന്ന് പറയും. അതിവിടെ പറ്റില്ല, ഇവിടെ 5:30 എഴുന്നേൽക്കണം. അയ്യോ, അത് ബുദ്ധിമുട്ടാണ് ചേച്ചി.
6:15 വേണമെങ്കിൽ എഴുന്നേൽക്കാമെന്ന് പറയും. വന്ന് അടുക്കളയിൽ കയറാൻ നോക്കുമെന്ന് പറയും. ആ ശരി ചേച്ചി പൊക്കോ ഞാൻ വരും എന്ന് പറയും. അങ്ങനെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ കൃഷ്ണമോള് ചായ ആയിട്ട് വരും. അമ്മയ്ക്ക് ചായ വേണമെന്ന് ചോദിക്കും. ആ വേണം. ഇതാരിട്ടതാന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല ഞങ്ങളെല്ലാവരും ഇടും എന്ന് പറയും. ബബിത എവിടെയെന്ന് പറയും. വാ കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ബബിത അടുക്കളയിൽ ദോശ ചുടുന്ന്. രോഹിത്ത് കറികളൊക്കെ ഉള്ള പച്ചക്കറിയൊക്കെ അരിയാണ്. ഇതെന്താ ഇവിടെ നിങ്ങളീ കാണിക്കുന്നത്? ഇവിടെ അതിനല്ലേ ഒരു ജോലിക്കാരി വെച്ചത്. അമ്മയുടെ ജോലിക്കാരിയെ ഞങ്ങളെ കൈ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി രുചിയോടെ കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നമ്മുടെ ജോലിക്കാരുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ നോക്കല്ലേ. ഇതൊക്കെ നിങ്ങൾ ആര് പഠിപ്പിച്ചടി എന്ന് ചോദിക്കും. ഞങ്ങൾ അലീന ചേച്ചി പഠിപ്പിച്ചു. നിന്നോടല്ലേടി കൃഷ്ണ ഞാൻ പറഞ്ഞത് അവളുടെ പേര് ഇവിടെ മിണ്ടരുതെന്ന്. ശരി കഴക്കൂട്ടത്ത് നിന്ന് അച്ഛൻ കൊണ്ടുവന്ന അനാഥാലയത്തിൽ ആ പെൺകുട്ടിയില്ലേ അത് പഠിപ്പിച്ചതാണ് ഞങ്ങളെന്ന് പറയും. അവൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളെ വീട്ടിൽ പോയി നിങ്ങളിതൊക്കെ ചെയ്താൽ മതി. ഈ വീട്ടിൽ ഇതൊന്നും നടക്കില്ല. നിങ്ങളുടെ ജോലി പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങൾ നല്ല രുചിയോടെ ഭക്ഷണം വെച്ച് കഴിക്കണത് പറ്റില്ലേ? എന്നാ എന്ന് പറഞ്ഞ് ബബിത വേഗം വൈജയന്തിയുടെ കയ്യിൽ ആ ദോശ ചട്ടക എടുത്ത് ബലമായി കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞ് ബബിത ചാടിത്തുള്ളിപ്പോവും. അങ്ങനെ രോഹിത് പറയും ദൈവത്തെ ഓർത്ത് അമ്മേ ഈ കുടുംബം നരകാക്കരുത്. അതെന്താടാ ഞാൻ വന്നതോടെയാണ് ഇത് നരകായി എന്ന് ചോദിക്കും. നരകായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നരകം ആക്കാൻ വേണ്ടി അമ്മ വരരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സമാധാനത്തോടെ സ്വസ്ഥതയോടെയൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോണത്. ഞങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനും വയ്ക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആരുടെ സഹായവും വേണ്ട എന്നും പറഞ്ഞ് ഞങ്ങൾ ദേഷ്യപ്പെട്ട് മക്കളും പോവും. വൈജയന്തി ആണെങ്കിൽ മുഖത്തടി കിട്ടിയ പോലെ ഇങ്ങനെ നിൽക്കണം. ഇവരൊരു നിലയ്ക്ക് കിട്ടില്ല എന്ന് വൈജയന്തിക്ക് മനസ്സിലായി. ബാലചന്ദ്രനും മക്കളും ഒറ്റക്കെട്ടെന്നും താൻ ഇവിടെ ഒറ്റപ്പെട്ട് പോകുകയാണെന്നും വൈജയന്തിക്ക് മനസ്സിലാവുകയാണ്. കൊണ്ടുവന്ന ജോലിക്കാരിയാണെങ്കിൽ അതിനപ്പുറം. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ജോലിക്കാരി കറികളൊക്കെ കറിക്ക് വേണ്ടി അരിയനാണ്. അപ്പോൾ പറയുന്നുണ്ട് അതെ വൃത്തി ഉണ്ടായിട്ട് കാര്യമില്ല. വെച്ച സാധനങ്ങൾ വെച്ചോടെ തന്നെ വെക്കണം. അവിടെ ഒന്നും വലിച്ചു വാരി ഇടരുത് കേട്ടാ എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്ന് പറയും. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ അത്യാവശ്യമുള്ളത് മാത്രം എനിക്ക് ലിസ്റ്റ് ഇട്ട് തന്നാൽ മതി. ഞാൻ എത്തിക്കാമെന്ന് പറയും. ശരി ചേച്ചി എന്ന് പറയും. പിന്നെ ചേച്ചി എന്നുള്ള വിളി കൊണ്ട് നിർത്തിക്കോട്ടാ. ഒന്നില്ലെങ്കിൽ കൊച്ചമ്മ അല്ലെങ്കിൽ മാഡം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മതി. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും കൂടി ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ മക്കൾ രണ്ടുപേരും അത് കേട്ടുകൊണ്ട് വരുന്നു. ബബിതയും കൃഷ്ണമോളും വന്ന് ഇങ്ങനെ വൈജയന്തിയെ നോക്കി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്.